RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് കളിക്കാനുള്ള ഡ്രോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആണ്, തിരക്കുകൾ കൊണ്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്നാണ് നമുക്ക് ഗ്യാപ്പ് കിട്ടിയത്. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇനി ചാമ്പ്യൻസ് ലീഗിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഡ്രോ കഴിഞ്ഞു. ഏതൊക്കെ ടീമാണ് ഇപ്പോൾ ഡ്രോയിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്? ഡ്രോയിൽ ഏറ്റുമുട്ടാൻ പോകണം നോക്കണെങ്കിൽ പ്ലേ ഓഫിൽ നോക്കണെങ്കിൽ മൊണാക്കോ PSG ആണ്. രണ്ട് ഫ്രഞ്ച് സൈഡ് ടീമുകൾ, ഫ്രഞ്ചിലുള്ള ടീമുകൾ ലീഗ് വണ്ണിന്ന് രണ്ട് ടീമുകൾ വരുന്നുണ്ട്. മൊണോക്കോയും PSG ആണ്. അവര് ഹോമും ഉണ്ട്. ആദ്യ മത്സരം മൊണോക്കോന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരമാണ്. അത് രണ്ടാമത്തെ മത്സരം PSG ഹോം ഗ്രൗണ്ടിൽ. അത് നടക്കാൻ പോകുന്നത് അടുത്ത മാസം 18-ാം തീയതിയാണ്. രണ്ടാം ലെഗ് PSG ഗ്രൗണ്ടിൽ നടക്കുന്നത് 26-ാം തീയതിയാണ്. അപ്പോ മൊണാക്കോ നോക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് 21-ാം സ്ഥാനത്താണ്, PSG 11-ാം സ്ഥാനത്തുള്ളത്. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാല് ഇതില് കൂടുതൽ ചാൻസ് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം PSG ഇപ്പൊ വരുന്ന മത്സരങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മോശം പെർഫോമൻസ് ആണ്. ലീഗിൽ നോക്കി കഴിഞ്ഞാലും അവർ അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും കുറച്ച് മോശം. കഴിഞ്ഞ പ്രാവശ്യത്തിൽ അത്ര ഹൈപ്പൊന്നും ഇല്ല. അപ്പൊ എന്തായിരിക്കും ആരെ ജയിക്കും ചാൻസ്? ഈ കളി നോക്കുകയാണെങ്കിൽ PSG തന്നെ. കാരണം മൊണാക്കോ ഇപ്പൊ തന്നെ അൻസു ഫാത്തിനെ മേടിച്ചിട്ടുണ്ട് ലോണിൽ ബാർസയുടെ അടുത്ത്. പക്ഷെ വലിയ അൻസു ഫാത്തിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ആളുടെ ഫോമില്ലായ്മ കുറെ കാലമായിട്ട് തുടരുന്നത്. ബാർസയിൽ ഇല്ലാതുകൊണ്ടാണ് ബെഞ്ചിലിരിക്കേണ്ടി വന്നത്. ഇപ്പൊ അവിടെ പോയിട്ടും കുറെ ബെഞ്ചിലേക്കാണ്. അപ്പൊ അതല്ല, എന്നാലും PSG ആണ് ജയിക്കാൻ ചാൻസ് എന്ന് നീ പറയുന്നത്. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് ആണ്. മൊണാക്കോ എന്ത് സംഭവിക്കാം, ചിലപ്പോ മൊണാക്കോ വേറെ ലെവലിൽ കളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അത് കളിച്ചു. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ന്യൂകാസൽ വേഴ്സസ് കറബാക് FC. നീ മെയിൻ ആയിട്ട് ഒരു കളി ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് കളി, അതെന്താ വിട്ടുപോയത്? ഏത്? റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക. ഇത് പിന്നെ ഒരു പ്രാവശ്യം മൊറീഞ്ഞോന്റെ വല്ലാത്തൊരു ടാക്ടിക്സ്, ഗോളി കീപ്പർ വെച്ചൊരു ഗോൾ അടിച്ച് കാണിച്ചിട്ടാ റയൽ മാഡ്രിഡിനെതിരെ. അതും ഇനിയിപ്പോ നടക്കാൻ പോകുന്ന റയലിന് തിരിച്ചടിക്കാനുള്ള ഒരു ചാൻസ് ആണ്. എന്താണ് തിരിച്ചടിക്കോ ബെൻഫിക്കയ്ക്ക് എതിരെ? ആദ്യ മത്സരം ബെൻഫിക്കയുടെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്നത്, രണ്ടാം മത്സരം റയലിന്റെ ഹോം ഗ്രൗണ്ടിലും. എനിക്ക് പ്രഡിക്ഷൻ എന്താന്ന് വെച്ചാൽ ആദ്യത്തെ മത്സരം ചിലപ്പോ ബെൻഫിക്ക വെച്ചിട്ടില്ലേ, എല്ലാരും ലാസ്റ്റ് ടൈം ആഴ്സണല് ഇതുപോലെ. എന്താ കാരണം എന്ന് പറഞ്ഞാല് അവസാന മത്സരം ഒരിക്കലും പ്രഡിക്ട് ചെയ്തിട്ടില്ല ബെൻഫിക്ക മാതിരി ഒരു കളി കളിക്കുന്ന പ്രതീക്ഷ. പക്ഷെ ജോസ് മൊറീനോ പറയുന്ന ചങ്ങായിയുടെ തന്ത്രങ്ങളും അതേപോലെ അവർ ആ കൗണ്ടിലെടുത്ത പെർഫോമൻസ് ഉണ്ടല്ലോ, മിന്നും പെർഫോമൻസ്. കീപ്പറിനെ വരെ വെച്ചിട്ട് അവസാനം കണ്ടില്ലേ മൊറീനോ പറയുന്ന ഗോൾ കീപ്പറെ കൊണ്ട് വരാൻ വേണ്ടിട്ട് നീ വന്ന് ഗോൾ അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാം. അവിടെ എന്താ പഴിച്ചെന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് വിചാരിച്ചത് റയൽ മാഡ്രിഡ് ഒരു ഗോൾ അടിച്ചതിന് സമനിലയാണ്, അവർക്ക് ടോപ്പ് 8 കയറാൻ. അതിന് വേണ്ടിയിട്ട് എംബാപ്പെ അങ്ങനെ എല്ലാവരും ആ 5 പേര് അങ്ങനെ ഡിഫൻസിലുണ്ടായിരുന്നു. ഇവര് 11-10 പേര് ഇവിടെ വന്ന് ഗോൾ കീപ്പർ അടക്കം വന്ന് നിൽക്കുന്ന സമയത്ത് ആകെ 5 പേരാണ് ഡിഫൻസിൽ റയലിൽ ഉണ്ടായിരുന്നത്. അതൊരിക്കലും ആ ഗോളാവുന്ന പ്രതീക്ഷയല്ല. ഇവർക്ക് ആ റീബൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഗോൾ സ്കോർ ചെയ്യാം. ഗോൾ കീപ്പർ അവിടെ ഇല്ലാത്തതാണ്, അതുകൊണ്ട് ഗോൾ സ്കോർ ചെയ്യാനുള്ള ഇതിലായിരുന്നു. പക്ഷേ കളി കണ്ടിട്ട് എമ്മാതിരി ഓൺ ടാർജറ്റ് എന്നറിയോ? ഓൺ ടാർജറ്റ് 8-ൽ കൂടുതൽ ഓൺ ടാർജറ്റുകളൊക്കെ അടിച്ചിട്ടുണ്ട് അവര് ബെൻഫിക്ക. അത് കോർട്ടിൽ നിന്ന് ഗോൾ കീപ്പറും കൂടി നോക്കണം, ആളുടെ കൂടി പെർഫോമൻസിന് മുന്നിലാണ്. അല്ലെങ്കിൽ നല്ല മാർജിൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ആ കളി കണ്ടപ്പോൾ ശരിക്കും ആ മഴയും ആ കളിയെ കണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബെൻഫിക്ക വേഴ്സസ് ബാഴ്സലോണ കളി ഓർമ്മ വന്നത്. പക്ഷെ അതില് ബെൻഫിക്കനെ അവസാന മിനിറ്റ് റഫീനയുടെ ഒരു കിഡിലൻ റണ്ണിലൂടെ ഒരു ഗോൾ ഉണ്ടല്ലോ, ഫെറാൻ ടോറസിന്റെ പാസില്, എമ്മാതിരി പാസും എമ്മാതിരി ആ ഒരു റണ്ണും ആ ഗോളും ആ കോരിത്തിരിക്കുന്ന മഴയെ അന്ന് ബെൻഫിക്കയുടെ സ്റ്റേഡിയം അങ്ങോട്ട് മത്സരം ബാഴ്സലോണയ്ക്ക് അങ്ങനെ നിശബ്ദമാക്കിയിട്ട് വിട്ട കളിയാ. അതേപോലെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ റയലിനെ കൊണ്ട് കഴിഞ്ഞായിരുന്നു തന്നെ ചങ്ങായിമാര് 4 അങ്ങോട്ട് കയറ്റി കൊടുത്തു. അപ്പോൾ ഇതില് ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ് ഉണ്ട്, 2 ലെഗുകളായിട്ടാണ്. ഫസ്റ്റ് ലെഗ് ബെൻഫിക്കന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്, രണ്ടാം ലെഗാണ് റയലിന്റെ. അതാണ് റയലിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. പക്ഷേ ബെർണബേയിലാണോ അത് ബെൻഫിക്കന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണോ എന്തും സംഭവിക്കാം. അപ്പൊ റയലിനായിരിക്കും ബെൻഫിക്ക കഴിച്ചാൽ എനിക്ക് തോന്നുന്നു റയലിൽ കയറാൻ തോന്നുന്നുണ്ട്. കാരണം റയല് ലാസ്റ്റ് ആയാലും പ്രതീക്ഷിച്ചില്ല, അവര് കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. ബെൻഫിക്ക ഞങ്ങൾ ഓൾറെഡി കയറിയുന്നുള്ളത്. അതാണ് 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരൊറ്റ ഇറക്കണം 9-ാം സ്ഥാനത്തിലേക്ക്. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വരുമ്പോ റയലിന് ആരാ എതിരാളികളെന്ന് അറിയോ? ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റി അല്ലെങ്കിൽ സ്പോർട്ടിംഗ് സിറ്റി ആണ്. ഇത് 2 ടീമാണ്. ഈ മാഞ്ചസ്റ്റർ സിറ്റി റയൽ എന്ന് വെച്ചിട്ട് കുറെ വർഷങ്ങളായി ഇതേ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് റൗണ്ടിലും 16-ലും അതേപോലെ ക്വാർട്ടർ ഫൈനലിലൊക്കെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അടുത്ത 16-നെ കുറിച്ച് പറയാൻ വരുന്നുള്ളൂ. അപ്പൊ ഈ പ്ലേ ഓഫിനെ കുറിച്ച് ആദ്യം തീർക്കാം അല്ലെ. അടുത്ത ഗലറ്റസറായ് വേഴ്സസ് ജുവന്റസ് അല്ലെ. ഗലറ്റസറായ് വേഴ്സസ് ജുവന്റസ്, അതില് ഒരു കൈ മുൻകൂർ ജുവന്റസിന് തന്നെയാണ് ചാൻസ്. പക്ഷെ ജുവന്റസ് ഇപ്പൊ അടുത്ത കാലത്തൊന്നും വലിയ ഫോമില്ല. ലീഗിൽ ഇപ്പോ ടോപ്പ് 3-ലും അങ്ങനെ നിൽക്കുന്നുണ്ട്, 3-ലോ 4-ലോ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആ കളിക്ക് അത്ര മാത്രം പ്രാധാന്യം വരുന്നത് പറഞ്ഞാല് ഒരു ടാസ്ക് ആണ് അവർക്ക് എങ്ങനെയാണ് വരുന്നുള്ളത്. അടുത്ത നോക്കണെങ്കിൽ ഡോട്ട്മണ്ട് വേഴ്സസ് അറ്റ്ലാന്റ. അത് രണ്ടും കിഡിലൻ മത്സരമായിരിക്കും. 2 ടീമുകൾക്കും ചാൻസ് ഉണ്ട്. ഏത് വേണേ അറ്റ്ലാന്റിക് വേണമെങ്കിൽ ഈക്വൽ പവർ ഉള്ള ടീമുകളെന്ന് പറയാം.
പിന്നെ അടുത്ത മത്സരം നോക്കുന്നത് കറബാക്ക് FC വേഴ്സസ് ന്യൂകാസിൽ ആയിട്ട്. അതിൽ ന്യൂകാസിൽ സിമ്പിൾ ആയിട്ട് അടിക്കുമെന്ന് ചോദിച്ചാൽ കറബാക്ക് അവസാനം അവരുടെ കൺട്രിയിൽ നിന്ന് ആദ്യത്തെ ടീമാണ് യൂഷ്വൽ പ്ലേ ഓഫ് വരുന്നത് അല്ലേ. അപ്പൊ എന്തായാലും നല്ല ചാൻസ് ഉള്ള ഒരു ടീമാണ്. അപ്പൊ ന്യൂകാസിൽ യുണൈറ്റഡ് എത്രത്തോളം അവസാന മത്സരത്തിൽ PSG സമനിലയാണ്, അല്ലെങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് കയറായിരുന്നു. ആ സമനില പിടിച്ചുകൊണ്ടാണ് PSG ന്യൂകാസിൽ യുണൈറ്റഡ് പുറത്ത് വരാനുള്ള കാരണം. അടുത്ത മത്സരം നോക്കി ക്ലബ് ബ്രൂജ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ക്ലബ് ബ്രൂജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മത്സരല്ലേ ബാഴ്സലോണയ്ക്ക് എതിരെ 3-3 സമനിലയായത്. അപ്പോ ആദ്യത്തെ സ്പാനിഷ് ടീമിനെ 3-3 സമനിലയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്പാനിഷ് ടീം അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവർക്ക് പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റുമോ? ക്ലബ് ബോക്സ് നല്ല ഫോമിലാണ് കളിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് തീരെ ഫോമിലല്ല. എന്താണ് സിമിയോണി ലാസ്റ്റ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ക്ലബ്ബാണ് എനിക്ക് പ്ലേയേഴ്സിന് തരാറ്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്റെ പ്ലേയേഴ്സിന് വെച്ചിട്ടുള്ള ആ പരിമിതികൾ വെച്ചിട്ടാണ് കളിക്കാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്ലബ്ബിന്റെ പൊസിഷൻ നോക്കിയാൽ 19ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ 14ാം സ്ഥാനത്ത്. അതിലൊന്നും വിഷയമല്ല. ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് റൗണ്ടാണ്. ഇത് 2 പാത ലെഗുകളിൽ കളി കഴിഞ്ഞാൽ കഴിഞ്ഞ പരിപാടി, അടുത്ത റൗണ്ടിലേക്ക് കയറാണ്. അപ്പോ ഇതില് റാങ്കിങ് കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 14ാം സ്ഥാനത്തുള്ള PSG കൊണ്ട് കപ്പടിച്ചത്. അതെ. അടുത്ത കളി നോക്കുകയാണെങ്കിൽ ബോഡോ ഗ്ലിമിറ്റ് വേഴ്സസ് ഇന്റർ. ബോഡോ ഗ്ലിമിറ്റ് തോൽപ്പിച്ചിട്ടുണ്ട്. 2025 അവര് ചാമ്പ്യൻസ് ലീഗ് ഒരു കളി പോലും ജയിച്ചിട്ടില്ല. 2026 3 കളി ജയിച്ചിട്ടാണ് അവര് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ നേടിയിരിക്കുന്നത്. അപ്പോ ഈ ഒരു 24ാമത്തെ പൊസിഷനിൽ എത്തുന്നത്. അപ്പൊ എന്തായാലും ഈ ബെൻഫിക്കനേക്കാളും മുകളിലാണ് നിൽക്കുന്നത്. അത് ആലോചിക്കാനുണ്ട്. ഇന്റർ മിലാനെതിരെ എനിക്ക് തോന്നുന്നില്ല ഇന്റർ മിലാനിന്. ബോഡോ ഗ്ലിമിറ്റ് 23ാം സ്ഥാനത്തും ഇന്റർ 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷെ ഇന്റർ മിലാനിന് ചാൻസ് കൂടുതൽ. പക്ഷെ അവര് എന്തും കൊടുത്തും കളി ജയിക്കാൻ നോക്കും. അവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ ചരിത്രമാണ്. എന്താ പറഞ്ഞാല് ഈ ഒരു ക്ലബ്, ഇങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ ചാമ്പ്യൻസ് ലീഗ്, ഈ ബോഡോ ഗ്ലിമിറ്റ്, കറബാക്ക്, പിന്നെ ഈ ബെൻഫിക്ക, ഇവരൊക്കെ എന്തും കൊടുത്ത് കളി ജയിക്കാനാ നോക്കുക റൗണ്ട് ഓഫ് 16ലേക്ക്. അപ്പോ നമുക്ക് ഈ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഒളിമ്പിയാക്കോസ് വേഴ്സസ് ലെവർകൂസൻ. അത് വിട്ടൂല. അതും ഏകദേശം ലെവർകൂസനാണ് കുറച്ച് എഡ്ജ് ചെയ്യുന്നതിലും, പക്ഷെ നല്ലൊരു ഫൈറ്റ് ഉള്ള മത്സരം തന്നെ ആയിരിക്കും കാണാൻ പറ്റുക. അടുത്ത നമ്മള് റൗണ്ട് ഓഫ് 16ലേക്ക് ആരൊക്കെ ടീം, ഏതൊക്കെ ടീമുകളിലെ ഒന്ന് മത്സരിക്കുന്നു നോക്കാം. ഏതൊക്കെ ടീമുകളായിട്ടാണ് കളി വരുന്നത്? നമുക്ക് ആദ്യത്തെ കളി എടുക്കേണ്ടത്. ആദ്യത്തെ കളി നോക്കുകയാണെങ്കിൽ മൊണാക്കോ വേഴ്സസ് PSG ബാഴ്സലോണയ്ക്ക് ചെൽസി. അത് നറുക്കെടുപ്പിന് ശേഷം. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ കറബാക്ക് FC ന്യൂകാസിൽ. ഇവര് 4 ടീമുകളിലൂടെ 2 ടീമുകൾ ക്വാളിഫൈ ആവുന്ന ടീമുകളാണ് ബാഴ്സലോണയും ചെൽസിക്ക്. എന്തായാലും മിക്കവാറും PSG വിസസ് ബാഴ്സലോണ, അല്ലെങ്കിൽ PSG വിസസ് ചെൽസി, അല്ലെങ്കിൽ ന്യൂകാസിൽ വിസസ് ചെൽസി, ന്യൂകാസിൽ വിസസ് ബാഴ്സലോണ. ഇങ്ങനെയാണ്. ചിലപ്പോൾ ന്യൂകാസിൽ വിസസ് PSG വരാം അല്ലെ? PSG വരില്ല. അത് എങ്ങനെ വരിക? രണ്ട് ഇതിലുള്ളത് വരില്ല. അവര് തമ്മിൽ നല്ല കളി കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ അവര് തമ്മിൽ വരില്ല. അപ്പൊ ഇതിനുശേഷം നറുക്കെടുപ്പിലൂടെയാണ് ഈ ഒരു ടീമുകളെ നിശ്ചയിക്കുക. ബാഴ്സലോണയാണോ എതിരാളികൾ, ചെൽസിയാണോ എതിരാളികൾ. അടുത്ത റൗണ്ട് 16 ഡ്രോ നോക്കണമെങ്കിൽ ഗാലറ്റസറായ് ഉണ്ട്, ജുവന്റസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡ് ക്ലബ് ബ്രൂജ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇവർ രണ്ടുപേരും ഫേസ് ചെയ്യാൻ പോണത് ലിവർപൂളെയും ടോട്ടൻഹാമിനെയാണ്. എന്തായാലും രണ്ടും പണി തന്നെയാണ്. ഗാലറ്റസറായ് ജുവന്റസ് ഉണ്ട്. ഗാലറ്റസറായ് ജുവന്റസിൽ നോക്കണമെങ്കിൽ ജുവന്റസ് ജയിക്കാനാണ് കുറച്ചും കൂടി നിങ്ങൾ പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ ക്ലബ് ബ്രൂജും അത്ലറ്റിക്കോ നോക്കണമെങ്കിൽ രണ്ട് ടീം ചാൻസ് ഉണ്ട്. പക്ഷെ ടോട്ടൻഹാം ഹോട്ട്സ്പർ ലീഗിൽ ഇപ്പൊ എവിടെയോ കിടക്കുന്നത്, ഭയങ്കര തോൽവിയിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ചാമ്പ്യൻസ് ലീഗിൽ വന്നിട്ട് കിടിലൻ പെർഫോമൻസ് ആണ്. കിഡിലോസ്കിയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ. കുട്ടി റൊമേറോ ഗോള് ഡിഫൻഡർ ആയിട്ട് കുട്ടി റൊമേറോ ഗോൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് 8 ടോട്ടൻഹാം നോക്കുകയാണെങ്കിൽ ഇപ്പോ ചാമ്പ്യൻസ് ലീഗ് നല്ല ഫോമിലാണ്. പിന്നെ ഇപ്പോ അവര് ചിലപ്പോ നേരിടാൻ വരുന്നത് ജുവന്റസിനെ ആയിരിക്കും, അല്ലെങ്കിൽ അത്ലറ്റിക്കോ. ഇവിടെ ലിവർപൂൾ നോക്കുകയാണെങ്കിൽ ഇതേ സെയിം കണ്ടീഷൻ തന്നെ, യുവന്റസ് അല്ലെങ്കിൽ അത്ലറ്റിക്കോ, അല്ലെങ്കിൽ ലീഗിൽ പ്രശ്നമാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ മിന്നും ഫോമിലാണ്. അവസാനം 6 ഗോളുകൾ അടിച്ചിട്ടാണ് അവര് നിരക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്ന ടീം അവരാണ് ഒരു മാച്ചിൽ. അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മള് റയൽ മാഡ്രിഡ് ബെൻഫീക്കയാണ്. പിന്നെ ഇപ്പുറത്ത് നോക്കണെങ്കിൽ ബോഡോ ഗ്ലിമിറ്റ് ഇന്റർ. ഇവർ രണ്ടുപേരും ഫേസ് ചെയ്യാൻ പോണത് ഇവർ രണ്ടുപേരും ഫേസ് ചെയ്യാൻ പോണത് മാൻ സിറ്റി അല്ലെങ്കിൽ സ്പോർട്ടിംഗ് സിപി ആയിരിക്കും. സ്പോർട്ടിംഗ് സിപിയും കിടിലൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ടോപ്പ് 8 എത്തിയത്. നല്ല കളിയാണ്. അവസാനം PSG സമനിലയിലോ അതോ PSG തോൽപ്പിച്ചു. 90+ മിനിറ്റ്സിൽ PSG തോൽപ്പിച്ചിട്ടാണ് അവര് അവസാന മത്സരത്തിൽ കിടിലൻ പെർഫോമൻസ് ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. പോർച്ചുഗലിൽ നിന്നുള്ള ക്ലബ്ബാണ്. അപ്പൊ അടുത്ത മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിൽ ആരായിരിക്കും? ബെൻഫീക്കാണോ റയലാണോ? ഇപ്പുറത്തെ സൈഡ് ബോഡോ ഗ്ലിമിറ്റ് ഉണ്ട്, പിന്നെ ഇന്റർ ഉണ്ട്. എന്റെ അഭിപ്രായത്തില് റയലും ബെൻഫീക്കന്റെ ഡൗട്ടാണ്. പക്ഷെ ഇപ്പുറത്തെ ബോഡോ ഗ്ലിമിറ്റ്, റയലും സിറ്റിയും കൂടി വരണം. അതേപോലെ തന്നെ ഇന്ററും ബോഡോ ഗ്ലിമിറ്റ് അല്ല, സ്പോർട്ടിംഗ് സിപി ഇന്ററും കൂടി വരണം എന്നുള്ള അതിലാണ്. കാരണം ഇവര് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള പവറാണ്. ഇന്റർ ആണെങ്കിലും സ്പോർട്ടിംഗ് സിപിയും, പിന്നെ ഇപ്പുറത്തെ മാൻ സിറ്റി ആണെങ്കിലും റയൽ മാഡ്രിഡ് ഈക്വൽ പവറാണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മള് ഡോട്ട്മുണ്ട് അറ്റൻഡ് ഉണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഒളിമ്പിയാക്കോസ് ലെവർകൂസൻ ഉണ്ട്. ഇവർ രണ്ടുപേരും ഫേസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ്
2 ടീംസ് ആണ്, ബയൺ മ്യൂണിച്ച് അല്ലെങ്കിൽ ആർസണൽ. അതെന്തായാലും അത് അവര് ഈ ആരും വന്നിട്ട് കാര്യമില്ല, ബയൺ മ്യൂണിക്ക് ആർസണലിനെ കയറുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമുക്ക് എന്തായാലും ഒരു പ്രഡിക്ഷൻ കൊടുക്കാം. അല്ല, നെട്ടിക്കലൊക്കെ നടക്കും. ഫുട്ബോളാണത്, ചാമ്പ്യൻസ് ലീഗ് ആണ്, പറയാൻ പറ്റും. കഴിഞ്ഞ കണ്ടില്ല, ഒറ്റ ദിവസം കൊണ്ട് ചാമ്പ്യൻസ് ലീഗിന് ത്രില്ല് പോരാ സോഷ്യൽ മീഡിയ പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് ഇളക്കി മറിച്ചു എന്ന് പറയില്ലേ, ഒരൊറ്റ കളി കൊണ്ട് റയൽ മാഡ്രിഡ് ബെൻഫിക്ക. ബാക്കി എല്ലാ കളികളും ടെസ്റ്റോട് ടെസ്റ്റ് ആയിരുന്നു. അന്ന് ഇറങ്ങുന്നവർ കുറെ പേര് ചോട്ടിക്ക് വരുന്നുണ്ട്, മോളിലേക്ക് വരുന്നുണ്ട്, ചോട്ടിക്ക് അങ്ങനെ കിട്ടില്ല മനസ്സിലായിരുന്നു. ആ രാത്രി സമ്മാനിച്ചു. അപ്പൊ ഇപ്പുറത്ത് നോക്കണെങ്കിൽ ഡോട്ട്മുണ്ട് ആണോ അറ്റ്ലാന്റ ആണോ? അത് രണ്ട് ചാൻസ് ഉണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പുറത്തെ സൈഡ് എന്തായാലും ലെവർകൂസനാണ് കുറച്ചും കൂടി ചെറിയ അടിച്ചുള്ളത്. അപ്പൊ ഇവരിൽ 3 ടീമിൽ ആരൊക്കെ വരുന്നോ അവര് ആഴ്സണൽ, ബയൺ മ്യൂണിച്ചിനെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതില് നോക്കണെങ്കിൽ എന്തായാലും 3 ടീമൊന്നും കണക്കാക്കണ്ട. ചാമ്പ്യൻസ് ലീഗ് 4ാമത്തെ ടീമും കണക്കാക്കിയോ? അത് അടുത്ത മത്സരം ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും റൗണ്ട് ഓഫ് 16 തന്നെ കിടിലം മത്സരങ്ങൾ. ബാഴ്സലോണ വിസസ് PSG, ബാഴ്സലോണ വിസസ് ന്യൂകാസിൽ, അല്ലെങ്കിൽ ചെൽസി വിസസ് PSG, അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റി വിസസ് റയൽ മാഡ്രിഡ്. അങ്ങനെ കിടിലം മത്സരങ്ങൾ റൗണ്ട് ഓഫ് 16 നടക്കും. ഗംഭീര ഫോമിലുള്ള ആൾക്കാർ പുറത്തു പോകാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. റൗണ്ട് ഓഫ് 16 ആരൊക്കെ ആയിരിക്കും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്ന് മുകളിലോട്ട് പോകാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ സീസണിൽ ആരായിരിക്കും ചാമ്പ്യൻസ് ലീഗ് ഉയർത്തുന്നത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.